ലോകപ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ തലയോലപ്പറമ്പ് വാലാങ്കടവിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനവും സ്മാരക പ്രഭാഷണവും പ്രമുഖ സാഹിത്യകാരി സാറ ജോസഫ് നിർവഹിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വിദ്യാഭ്യാസ സാംസ്കാരിക അതിനുവേണ്ടി മീറ്റിംഗ് ഉടനെ ആരംഭിക്കുകയാണ്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായി ട്രസ്റ്റിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് PK ഹരികുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കേരളത്തിന്റെ വകുപ്പ് മന്ത്രി ശ്രീ MA സാറ ടീച്ചർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ആഹ്ലാദത്തിന്റെ ഒന്നും പ്രശ്നമല്ല. ഞാൻ പേനയെടുത്ത് വാക്കുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ സാർത്ഥകമാക്കുന്ന, അതല്ലെങ്കിൽ അതിനെ ഏറ്റവും ആദരവോടുകൂടി ഞാൻ തന്നെ കാണുന്ന ഒരു സന്ദർഭമായിട്ട് എനിക്കിത് തോന്നുകയാണ്. കാരണം നമ്മളങ്ങനെ ആരെപ്പോലെ എഴുതണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളൊരു കാര്യം വിചാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ബഷീറിനെ പോലെ എഴുതാൻ കഴിയണം എന്നാണ്. ബഷീറിനെ പോലെ എഴുതാൻ കഴിയുക എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും വളരെ എളുപ്പമാണ്. പാത്തുമ്മയുടെ ആടിൽ എന്താ ഉള്ളത്? വീടിന്റെ അകം മാത്രം. വീടിന്റെ അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്ന ഒരു ആട്, വീട്ടിനകത്തെ അംഗങ്ങൾ, തട്ടുമുട്ട് സാധനങ്ങൾ, വേറെ യാതൊന്നുമില്ല. അത് എങ്ങനെയാണ് ലോകോത്തരമായ ഒരു നോവലാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു മാന്ത്രിക വിദ്യ. ആ മാന്ത്രിക വിദ്യ വശമായാൽ ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് എഴുതാൻ ഭയം വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മന്ത്രവാദിയെ പോലെ താൻ പേന ചലിപ്പിച്ചാൽ ഉടനെ തന്നെ താൻ ഇച്ഛിക്കുന്ന മുഴുവൻ വർണ്ണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടും സന്ദർഭങ്ങൾ കൊണ്ടും ഒക്കെ ആരും തന്നെ മലയാളത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ബഷീറിനെ പോലെ എഴുതാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുരസ്കാരം വളരെ വളരെ വിലപ്പെട്ടതാണ് എന്ന് ഇത് എനിക്ക് തരാൻ ഇടയായ ഈ ബഷീർ സ്മാരക സമിതി പിന്നെ എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു ബഹുമതിയായിട്ട് തന്നെ ഞാനിതിനെ കണക്കാക്കുന്നു. മഹാരഥന്മാരായിട്ടുള്ള ഒറ്റമരങ്ങൾ കാടാകുന്ന തരത്തിലുള്ള എഴുത്തുകാരുടെ, പ്രതിഭാശാലികളായിട്ടുള്ള എഴുത്തുകാരുടെ ഒരു വലിയ നിര ആ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ട് അതൊരു വരാന്തയാണ്. ഇന്നത്തെ സാഹിത്യ അക്കാദമിയല്ല, വളരെ പഴയ ആ ഒരു കോടതി കെട്ടിടം, അതിന്റെ പുറത്തെ ഒരു വരാന്ത, ആ വരാന്തയിൽ ഇട്ടിട്ടുള്ള ഒരു നീളൻ മേശ, ആ മേശപ്പുറത്ത് കുട്ടികൾക്ക് പുസ്തകം എത്തിച്ചു കൊടുക്കും. വളരെ പരിമിതമായ സ്ഥല സൗകര്യത്തിനകത്ത് ഇരുന്ന് വളരെ നിശബ്ദമായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വരാന്തയുടെ അറ്റത്തുകൂടി നടന്നു പോകുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്ന കുട്ടികൾ ആരാണെങ്കിൽ ആ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ ഒന്ന് പിന്നെ തലോടിയിട്ട് പോകും. തലോടിയല്ല, ഒന്ന് പിടിച്ച് തിരിച്ചിട്ട് പോകും, ഒരു വികൃതി കാട്ടുന്ന പോലെ. അപ്പോൾ ഒരിക്കൽ എന്റെ തലയിൽ പിടിച്ച് അങ്ങനെ തിരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ബഷീറിന്റെ കഥകൾ വായിച്ചിട്ടും ഒക്കെ അകലിൽ നിന്ന് ആരാധിക്കുന്ന ഈ ഒരു മനുഷ്യൻ, ബഷീർ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഗാന്ധിയെ തൊട്ടു എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, നിന്നോട് ആരാ പോയി തൊടാൻ പറഞ്ഞു ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു സന്ദർഭം. ബഷീർ എന്നെ തൊട്ടു എന്നുള്ളത് എനിക്ക് അന്ന് എന്റെ ആ ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു സാഫല്യം പോലെ തോന്നിയിരുന്നു. എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന പുസ്തകം പല ആവർത്തി വായിച്ചിട്ടാണ് അതിലെ ഭാഷ പിടികിട്ടിയത്. കാരണം ഒന്ന്, അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ, ജാതി വിഭാഗത്തിന്റെ ഭാഷ, മറ്റേത് ഒരു പ്രത്യേക ദേശവിഭാഗത്തിന്റെ ഭാഷ. ഇങ്ങോട്ട് തെക്കോട്ട് നീങ്ങിയിട്ടുള്ള ഈ ഒരു ഭാഷയുടെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്തെ പ്രത്യേകം സവിശേഷമായ മധുരമായ ഭാഷാപ്രയോഗത്തിന്റെ ആ ഒരു ഈണതാളങ്ങൾ അത് പെട്ടെന്നൊന്നും മറ്റൊരു ഡയലക്റ്റിന് ശീലിച്ചു പോയാൽ ഞങ്ങൾക്ക് വഴങ്ങുന്നതായിരുന്നില്ല. റെയിലിലോ റെയിലോരത്തോ അല്ലെങ്കിൽ പുഴയുടെ ഓരത്തോ വഴിവെക്കിലോ വിസർജിക്കുന്നവരാണ്. 2011 ഇതാണ് കണക്ക് എങ്കിൽ അന്ന് ബഷീർ ഉണ്ടാക്കിയ ഒരു ഉത്ബോധനം ഉണ്ടാക്കുന്നത് ഒരു നോവലിലേക്ക് കൊണ്ടുവരികയാണ്. ഈ നോവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ ഒരു പ്രക്രിയ ബഷീർ എത്ര സരസമായിട്ട്, എത്ര ഹൃദ്യമായിട്ട്, എത്രമാത്രം സരളമായി അദ്ദേഹം ചലിപ്പിച്ചോ, അതോടൊപ്പം തന്നെ പ്രാപഞ്ചിക സത്യത്തെക്കുറിച്ച് അറിയുന്നത് അപ്പുറത്ത് നിൽക്കുന്നതാണ്. ഖോജരാജാവായ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ബഷീറിന്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ആ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ്. തമ്പുരാനുണ്ടോ തമ്പുരാനില്ലേ, ദൈവമുണ്ടോ ദൈവമില്ലേ, യുക്തിവാദമാണോ അതോ സ്പിരിച്വാലിറ്റിയാണോ, ഇതൊന്നുമല്ല പ്രശ്നം.
സംഘടന പ്രശസ്തി കൊടുക്കുന്നതിന് വേണ്ടി ട്രസ്റ്റ് തീരുമാനിച്ചു. ആ നിലയിൽ വളരെ സങ്കീർണതയിൽ അവാർഡ് നിർണയ പ്രക്രിയ പൂർത്തിയാക്കി. സാറ ജോസഫിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു സ്മാരകം നിർമ്മിക്കണം. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 8.5 സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദത്തോടുകൂടി അത് ഗവൺമെന്റ് ഈ ട്രസ്റ്റിന് നൽകി. സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 15 ലക്ഷം രൂപ ഗ്രാന്റായി സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി വകുപ്പ് മന്ത്രി MA ബേബിയുടെ ഏറ്റവും ഉദാത്തമായ സഹായത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാന്റ് ലഭിക്കുവാനിടയായത് എന്ന് എടുത്തു പറയുവാൻ. ആളിന്റെ പേരിൽ 2 സ്മാരകത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് കോഴിക്കോട് ബഷീർ സ്മാരകത്തിന് വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഇനി അനുവദിക്കാൻ സാധ്യമല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ ശങ്കർ രൂപകൽപ്പന ചെയ്ത് തന്ന അതിന്റെ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ പ്ലാന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം ഈ 1 വർഷം കൊണ്ട് പണി പൂർണ്ണമന്ത്രി ബിനോയ് വിശ്വം അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ട്രസ്റ്റിൻ്റെ സ്വാഗത പ്രാസംഗം ഞാൻ ഇവിടെ പറഞ്ഞതാണ്. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. ഒരു സ്മാരകം ഉണ്ടാകാതെ ഇരുന്നത്, സാഹിത്യ ജീവിതത്തിൽ ഉടനീളം പടർന്നു കിടക്കുന്നത് ഈ പ്രദേശവും ഇവിടുത്തെ ജനങ്ങളും ആണ് എന്നുള്ളത് ആരോടും പറയേണ്ട ഒരു കാര്യമല്ല. ഈ നാടും ഈ പരിസരവും വിട്ട ഒരു എഴുത്ത് വളരെ കുറവേ ബഷീറിൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. മുഹമ്മദ് ബഷീർ മലയാള ഭാവനയെ അതിജീവിച്ച എഴുത്തുകാരനാണ്. ബഷീറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മലയാള ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്നവർക്ക് വളരെ സ്വാഭാവികമായ താല്പര്യമുണ്ടാകുന്നത് പോലെ വലിയ ഒരു വായനക്കാരനായിരിക്കും ബഷീറിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് വികാരങ്ങളും മനസ്സിൽ വെക്കണം. അവിടെ കുട്ടികളുടെ നാടക മത്സരം നടക്കുന്ന സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ യാദൃച്ഛികമായ നിമിത്തങ്ങളാവാം ഒരല്പസമയം ഇരുന്ന് ഒരു നാടകത്തിന്റെ ആവിഷ്കാരം കണ്ട് പോരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ചെന്നതെങ്കിലും ചെന്നപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഒരു കുട്ടികളുടെ നാടകം കണ്ടു. വലിയ വാത്സല്യവും സ്നേഹവും തോന്നി. നമ്മുടെ കൊച്ചുമക്കൾ